കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നിങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നല്ല, നമ്മൾ ഇഷ്ടത്തോടു കൂടി എന്തും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ ജീവിതത്തിൽ നാം പഠിക്കുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജീവിതം ഒരു പുസ്തകം പോലെയാണ്, അടച്ചു വെച്ച ഒരു പുസ്തകം പോലെയാണ് അല്ലേ. നമ്മൾ ഓരോ പേജും മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ജീവിതാവസാനം വരെ നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ തന്നെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എൻ്റെ കുറച്ച് വിശേഷം പങ്കുവെക്കുകയാണ്. അപ്പോൾ കാലത്ത് വെള്ളയപ്പമായിരുന്നു. അതിന് നല്ല വെള്ള കുറുമയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമയായിരുന്നു. അപ്പോൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ അരിപ്പൊടി കൊണ്ടാണ്. അപ്പോൾ അരിപ്പൊടി കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ അതിന് മുൻപ് കാണിച്ചിരുന്നു, അവിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് അവിലിട്ടിട്ടല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണ് എടുക്കണമെന്ന് വെച്ചാൽ അതേ ഗ്ലാസ്സിന് മറ്റ് ചേരുവകളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് നാളികേരും 1 ഗ്ലാസ് ചോറും എടുത്തു കേട്ടോ. ഞാൻ മട്ടരിയുടെ ചോറ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഈസ്റ്റും അതുപോലെ തന്നെ പഞ്ചസാരയാണ്. അപ്പോൾ അതേ ഞാൻ പഞ്ചസാര 1 സ്പൂണോ 2 സ്പൂണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. മധുരം ചിലവർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസ്റ്റിന് ഞാൻ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഈസ്റ്റും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മിനുസമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ മിക്സർ ജാറിലേക്ക് തന്നെ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് പതിവ് കേട്ടോ. ഇനി നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സർ ജാറിലിട്ടിട്ട് നല്ല മിനുസമായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അവസാനം അരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ അതേ മാവൊക്കെ അരച്ച് വെച്ച് അരമണിക്കൂറിനുള്ളിൽ പൊന്തി വരും. അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കി നല്ല അടിപൊളി വെള്ളയപ്പം കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നാളികേരം ചോറും അല്ലെങ്കിൽ അവിലായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതെ ഞാൻ മുറ്റത്ത് കല്ല് കൂട്ടിയിട്ട് ഇപ്പോൾ തീ കത്തിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കടലാസ് കഷ്ണം ഇട്ട് കൊടുത്തു. ഒരു തീപ്പെട്ടിക്കൊള്ളിയും അതുപോലെ ഞാൻ ചകിരി ഇട്ടിട്ടാണ് 2 കൊള്ളി വിറകും വെച്ചിട്ടാണ് കേട്ടോ തീ പിടിപ്പിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും തീ പിടിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെ അടുപ്പ് കത്തിക്കാറില്ല എന്നൊക്കെ പറയുന്നവരെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാത്ത രീതിയിൽ നമുക്ക് ജീവിക്കേണ്ട സാഹചര്യങ്ങളായിരിക്കാം വന്നിട്ടുണ്ടാവുക. അതെല്ലാം സ്വാഭാവികം. നമ്മളാരും നമ്മുടെ വയറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഇതെല്ലാം പഠിച്ചിട്ടല്ല വരുന്നത്. നമ്മൾ ജീവിതത്തിൽ ഓരോന്ന് ഇപ്പം ഞാനും ഇങ്ങനെ അടുപ്പ് കത്തിക്കാനും കാര്യങ്ങൾക്കും എനിക്ക് അറിഞ്ഞിട്ടല്ല. പക്ഷേ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉണ്ടായാൽ മതി, ഒരു കടലാസ് കഷ്ണം. ഞാൻ അങ്ങനെയാണ് അടുപ്പ് കത്തിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ അത് ഇപ്പോൾ വേനൽക്കാലമല്ലേ. അപ്പോൾ ഇങ്ങനെ 3 കല്ല് വെച്ചിട്ട് നമ്മളിങ്ങനെ അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി കത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളാരും ചിലർ പറയണേക്കാം എൻ്റെ കുട്ടി അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല, എന്നിട്ട് ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് കത്തിക്കേണ്ടി വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണേക്കാം. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ ജീവിച്ച് പോകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന മരുമക്കളെ കൊണ്ട് അടുപ്പ് കത്തിക്കാറില്ല കേട്ടോ. അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നത് കേൾക്കാം. നമ്മളിപ്പോൾ ഒരു വീട്ടിലത്തെ സാഹചര്യം ആവില്ലല്ലോ മറ്റൊരു വീട്ടിൽ. അത് പല രീതിയിലല്ല ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പോലും സമാധാനം സ്വസ്ഥത ഉണ്ടായാൽ തന്നെ ജീവിതം സന്തോഷമല്ലേ അല്ലേ. നമ്മുടെ മക്കളേനൊക്കെ പെൺകുട്ടികളേനൊക്കെ വിവാഹം ചെയ്ത് കൊടുത്തവർ നന്നായി ജീവിക്കുക, അവരെല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുക എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒരു സമാധാനമല്ലേ അല്ലേ. പിന്നെ അതേ നമ്മുടെ പയറിൻ്റെ മുകളിൽ പയറുണ്ടായിട്ടുണ്ട്. അതുപോലെ തക്കാളി കുട്ടന്മാരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പം ഞാൻ മുരിങ്ങ മരത്തിൻ്റെ മുകളിലേക്ക് ചാരി നിർത്തി കൊടുത്തതാട്ടോ. എപ്പോഴും തക്കാളിയൊക്കെ നമ്മൾ നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 അറ്റത്തും ഒരു കാല് കുഴിച്ചിട്ടിട്ട് നമ്മളൊരു കയറ് കെട്ടി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് അതിലിങ്ങനെ ചാഞ്ഞ് നിന്നോളൂ കേട്ടോ. ഇല്ലെങ്കിൽ തക്കാളിക്ക് മാത്രമായിട്ടൊരു കമ്പ് കുത്തിയിട്ട് നമ്മൾ താങ്ങ് കൊടുത്താലും മതി. എപ്പോഴും തക്കാളി അങ്ങനെ ചാഞ്ഞ് വീണ് കിടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തക്കാളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. അതുപോലെ പയറിന് ഞാൻ ചെറുതായിട്ടൊക്കെ ഒരു താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല ഒരു കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറ് കൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് ജോലിയും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോഴും നമുക്ക് സന്തോഷമാണ്. കുറച്ചേ ഉള്ളൂ വെച്ചാലും നമ്മുടെ വീട്ടിലത് വിഷമില്ലാതെ കിട്ടണതല്ലേ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ നേരത്തെ ഞാൻ കുറ്റിപ്പയറാണ് കാണിച്ചത്. അപ്പോൾ ഇത് നീളമുള്ള പയറാണ് കേട്ടോ. അപ്പോൾ വെള്ള പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പയർ നീളമുള്ളതും വയലറ്റ് പൂവാണെങ്കിൽ കുറ്റിപ്പയറുണ്ടാവുക. അപ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക കുട്ടന്മാരും അതേ ഇവിടെ ഇങ്ങനെ ഞാണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ, അടുപ്പിൽ തീ പൂട്ടുന്നതായിക്കോട്ടെ, ബാക്കി നമുക്ക് അടുക്കളപ്പണികളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ആരും ഒന്നും പഠിച്ചു വരില്ല. നമുക്കതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി അല്ലേ, നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തി, അത് എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കങ്ങനെയാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ചെയ്യുന്നവരും ചിന്തിക്കുന്നവരും ഉണ്ടാവുമല്ലോ. നമ്മുടെ മത്തക്കുട്ടൻ ഇതങ്ങനെ പടർന്ന് പോകുന്നുണ്ട്.
അപ്പോൾ അപ്പുറത്ത് ഇനി കുക്കുമ്പർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് കുക്കുമ്പർ 2-3 ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെന്തോ വന്നിട്ട് കടിച്ചു. അപ്പോൾ പിന്നെ അങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കണല്ലോ വെച്ചിട്ട് കളഞ്ഞതാട്ടോ. അതാ പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും തക്കാളി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കൂർക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂർക്കയൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂർക്ക ഉപ്പേരി വെക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളി കൂടുതൽ ചേർക്കുക കൂർക്കയ്ക്ക് നല്ലത് കേട്ടോ. മുതിരപ്പേരി, കൂർക്ക ഉപ്പേരി, പയറുപ്പേരി ഇതൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണത്. മണ്ണിൻ്റെ ചീഞ്ചട്ടിയാണല്ലോ അത്. അപ്പോൾ അതിൽ ഇതേ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതുപോലെ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി, അതായത് ചുവന്നുള്ളി ഉണ്ടല്ലോ അതും, അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായി ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ടു. വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക്, നമ്മുടെ മുഴുവൻ മുളകുണ്ടല്ലോ അത് പൊടിച്ചിട്ട് അത് ചേർക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ മുളക് പൊടി ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും കൂർക്കപ്പേരി കഴിക്കുമ്പോൾ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ കണ്ണൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീട് മിണാലൂരാണ്. അപ്പോൾ കണ്ണൻ്റെ അമ്മ കൂർക്കപ്പേരി ഉണ്ടാക്കിയിട്ട് വലിയൊരു ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടും. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും. ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് എപ്പോഴും പറയും, അപ്പോൾ പറയും കണ്ണാ നാളെയും കൂർക്കപ്പേരി കൊണ്ടുവരുമെന്ന് ചോദിക്കും. അവർ പാടത്ത് കൂർക്ക കൃഷി ചെയ്യാറുണ്ട് തോന്നുന്നു. ഈ കുറാഞ്ചേരി മിണാലൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആ ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മൾ തൃശ്ശൂർക്ക് പോണ വഴി അപ്പോൾ കൊണ്ടുവരാം, എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ട് കൂർക്കയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കേ വേണ്ടുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ കൂർക്ക കണ്ടു കഴിഞ്ഞാൽ കണ്ണനെ ഓർക്കാത്ത കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ആ സമയത്ത് ഞാൻ വേവിച്ച കൂർക്ക അതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂർക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാര്യം ശരിയാണ്, കൂർക്കയുടെ തോല് കളയാനും കഷ്ണങ്ങൾ നുറുക്കാതിരിക്കാച്ച സമയം ഒരുപാട് വേണം അല്ലേ. അതുപോലെ മുരിങ്ങയില നേരെയാക്കാനും. ഇപ്പോൾ നമ്മൾ കുട്ടികളാവണ സമയത്ത് മുരിങ്ങയില നേരെയാക്കണ ഭാഗത്തേക്ക് തിരിയേ ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ ഒറ്റയ്ക്കാണ് മുരിങ്ങയിലൊക്കെ നേരെയാക്കിയിട്ട് ചെയ്യുന്നത് അല്ലേ. ഓരോ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ ഓരോന്നും പാചകം ചെയ്ത് തൻ്റെ കുട്ടികൾക്കും ഭർത്താവിനും വേണ്ട രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എത്ര പേരാ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുന്നത് അല്ലേ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചിലപ്പോൾ നമുക്ക് നാടൻ കറികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ അവിടെ മാറ്റി വെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും വീട്ടമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ മക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന അമ്മമാരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എത്രമാത്രം മാറ്റിവെച്ചു, ഒന്നും നടപ്പാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം നമ്മൾ ഉരുകിത്തീരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മളിതൊന്നും ചെയ്തില്ല. നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു മുതിർന്നവർ നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മളതെല്ലാം കണ്ടും കേട്ടും വളർന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരുടെയും സഹായങ്ങളില്ലാതെ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ നേരത്തെ മുരിങ്ങയുടെ ഇലയുടെയും കൂർക്കയുടെയൊക്കെ കാര്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്താ, നമ്മുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കൂർക്കപ്പേരി കൊണ്ടുവരുന്ന കണ്ണനെ കുറിച്ചിട്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇപ്പോഴും കൂർക്കപ്പേരി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണനെ ആലോചിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കേട്ടോ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്താണ് സുഹർബാൻ എന്ന് പറഞ്ഞിട്ട് സുഹർബാൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ദീപ കൃഷ്ണൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അവർ PSC ഓഫീസറായിട്ട് തോന്നുന്നുണ്ട് വർക്ക് ചെയ്യണത്. അങ്ങനെ ഓരോരുത്തരും ഇപ്പോഴും ആ കൂർക്ക കാണുമ്പോൾ അത് ആലോചിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കണ്ണൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ചിന്തിക്കാറുണ്ട്. ഞാനിതിന് മുൻപ് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കൂർക്കപ്പേരിയായി. ഇനി നമ്മൾ കറി വെക്കുന്നത് വെള്ളരിക്കയും പരിപ്പും മാങ്ങയും കൂട്ടിയിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും ഉലുവയും കൂടി വറുത്തിട്ട് കഴിഞ്ഞ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നാളികേരം അരച്ച് ചേർക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നാളികേരം അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നാളികേരം ജീരകം കൂടി അരച്ച് നമ്മളിതേ വേവിച്ച കഷ്ണത്തിലേക്ക് ഇട്ടിട്ട് വീണ്ടും തിളപ്പിച്ച് വന്ന് കഴിയുന്ന സമയത്ത് കടുകും മുളകും കറിവേപ്പിലയും ഉലുവയും കൂടി വറുത്തിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നാടൻ കറി, ഈ കറിയൊക്കെ ഒരു കൂട്ടി ഉണ്ണുമ്പോൾ ഒരു രസം തന്നെയാണ്. ആ ഉലുവയൊക്കെ വറുത്തിട്ടിട്ട് ആ വറവിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ആ മണം മതി നമുക്ക് ചോറുണ്ണാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിക്കും, ചെറുപ്പത്തിൽ നമുക്കുണ്ടായതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഓരോ സ്റ്റേജിലെത്തുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഈ വിറക് പട്ടിയും അതുപോലെ വിറകുകളൊക്കെ ഉണ്ടപ്പോൾ നമ്മളത് കളയേണ്ട വെച്ചിട്ടാണ് കത്തിക്കുന്നത്, വിറക് കത്തിക്കുന്നത്, കുടിക്കാനുള്ള വെള്ളം കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. ഇന്നിപ്പോൾ എല്ലാവരും സൗകര്യങ്ങളാണ് ചിന്തിക്കുന്നത്. സൗകര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. കഷ്ടപ്പാടല്ല ഇതൊന്നും. ഇതിലെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ്, കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നില്ല അല്ലേ.
വലിയ കൃഷിക്കാരിയൊന്നും അല്ലെങ്കിലും ഇതുപോലെ കുറച്ച് കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടാവുക, അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക. നമ്മൾ ഇതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സന്തോഷം, അവർ കഴിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഇഷ്ടം, അതെല്ലാം നമുക്ക് വളരെ സന്തോഷമായിട്ട് തോന്നും. ആ സന്തോഷത്തിലാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. ഓരോ പ്രതീക്ഷകളെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. സ്വാർത്ഥത മാത്രമുള്ളവർക്ക് ഇതൊന്നും ഒരു സന്തോഷമായിട്ട് തോന്നില്ല. അവനവൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സുഖം, എൻ്റെ സുഖങ്ങൾ, എനിക്ക് അങ്ങനെ സുഖം കിട്ടിയില്ലെന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.